ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോവിഡ്-19 പുതിയ വകഭേദമായ സിക്കാഡ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ. ഇതിന്റെ വ്യാപനശേഷിയും ജനിതക മാറ്റങ്ങളും ശാസ്ത്രജ്ഞർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ. ഒമിക്രോണിന്റെ ഒരു ഉപവിഭാഗത്തിൽ നിന്നാണ് സിക്കാഡ വകഭേദം പരിണമിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. വൈറസിന് മനുഷ്യ ശരീരത്തിലെ കോശങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ സഹായിക്കുന്ന സ്പൈക്ക് പ്രോട്ടീനിൽ കാര്യമായ മാറ്റങ്ങൾ ഈ വകഭേദത്തിന് സംഭവിച്ചിട്ടുണ്ട്. മുൻപത്തെ വകഭേദങ്ങളെ അപേക്ഷിച്ച് ഇതിന് പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് കടക്കുവാനുള്ള ശേഷി കൂടുതലായിരിക്കാം. അതായത് നേരത്തെ കോവിഡ് വന്നവരിലോ വാക്സിൻ എടുത്തവരിലോ ഉള്ള ആന്റിബോഡികളെ പ്രതിരോധിക്കുവാൻ ഇതിന് സാധിച്ചേക്കാം. നിലവിൽ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് പനി, തൊണ്ടവേദന, ക്ഷീണം, നേരിയ ശ്വസന തടസ്സം തുടങ്ങിയ ലക്ഷണങ്ങളാണ് കാണപ്പെടുന്നത്. ഒമിക്രോണിന് സമാനമായ ലക്ഷണങ്ങളാണെങ്കിലും തീവ്രത വർദ്ധിക്കുമെന്ന് ഇതുവരെ തെളിവുകളില്ല. ഇന്ത്യയിൽ വാക്സിനേഷൻ വഴിയും മുൻകാല രോഗബാധകൾ വഴിയും ജനങ്ങളിൽ വലിയൊരു വിഭാഗത്തിന് പ്രതിരോധശേഷി ലഭിച്ചിട്ടുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാസ്ക് ധരിക്കുക, കൈകൾ ഇടയ്ക്കിടയ്ക്ക് ശുചിയാക്കുക, തിരക്കേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ അടിസ്ഥാന കോവിഡ് മാനദണ്ഡങ്ങൾ തുടരണമെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കി. പ്രായമായവരും മറ്റു രോഗങ്ങളുള്ളവരും പ്രത്യേക ശ്രദ്ധ പുലർത്തണം. വൈറസുകൾക്ക് ജനിതക മാറ്റം സംഭവിക്കുന്നത് സ്വാഭാവികമാണെന്നും നിരന്തരമായ നിരീക്ഷണത്തിലൂടെ ഇതിനെ നേരിടുവാൻ സാധിക്കുമെന്നും ശാസ്ത്രലോകം വ്യക്തമാക്കി.